ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക് എന്ന് പറയുന്ന പേപ്പറിൽ വരുന്ന സെറ്റ് തിയറി എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്റ്റ്. ഓക്കെ, ഒരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഫ്ലോക്ക് ഓഫ് വേർഡ്സ്, പാക്ക് ഓഫ് കാർഡ്സ്, ടീംസ് ഓഫ് എക്സ്പേർട്ട്, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ഒരു ടീം അല്ലെങ്കിൽ ഒരു ഗ്യാങ്, ഇതിനൊക്കെയാണ് നമ്മൾ സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിലുള്ള ഓരോ ഒബ്ജക്റ്റിനെയും നമ്മൾ പറയുക എലമെൻ്റ് എന്നുള്ള രീതിയിലാണ് അല്ലെങ്കിൽ ഒരു മെമ്പർ എന്നുള്ള രീതിയിലാണ് ഇതിനെ അറിയപ്പെടുന്നത്. സെറ്റിലുള്ള ഓരോ ഒബ്ജക്റ്റിനെയും നമ്മൾ പറയുന്നത് എന്താണ്, എലമെൻ്റ് അല്ലെങ്കിൽ മെമ്പർ എന്നാണ് അറിയപ്പെടുന്നത്. ദെൻ റെപ്രസെൻറ്റേഷൻ ഓഫ് സെറ്റ് അല്ലെങ്കിൽ മെത്തേഡ്സ് ഓഫ് ഡിസ്ക്രൈബിങ് സെറ്റ്. സെറ്റിനെ രണ്ട് രൂപത്തിലാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഒന്ന് ടാബുലാർ മെത്തേഡ് അല്ലെങ്കിൽ റോസ്റ്റർ മെത്തേഡ് അപ്ലൈ ചെയ്തുകൊണ്ടും, അതേപോലെ മറ്റൊന്ന് വരുന്നത് എന്താണ്, സെറ്റ് ബിൽഡർ മെത്തേഡ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി മെത്തേഡ് എന്ന് പറയുന്ന മറ്റൊരു മെത്തേഡ് അപ്ലൈ ചെയ്തുകൊണ്ടും. അതായത് ഇവിടെ ടാബുലാർ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് സെറ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ ദി എലമെൻറ്റ്സ് സെപ്പറേറ്റഡ് ബൈ കോമാസ് ആൻഡ് എൻക്ലോസ്ഡ് വിത്തിൻ ദി ബ്രാക്കറ്റ്സ്. ഓക്കെ, അതായത് ഒരു ബ്രാക്കറ്റ്സിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു എൻക്ലോസ് ചെയ്തുകൊണ്ടാണ് സെറ്റിനെ നമ്മൾ കോമ ഇട്ടുകൊണ്ട്, ഇപ്പോൾ 1 2 3 4 ഇങ്ങനെ കോമ ഇട്ടുകൊണ്ട് ഒരു ബ്രാക്കറ്റിലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെറ്റിനെ കാണിക്കുന്നത്. ഇതാണ് ഒന്നാമത്തെ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒന്നാമത്തെ മെത്തേഡ് ടാബുലാർ മെത്തേഡ് അല്ലെങ്കിൽ റോസ്റ്റർ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്താണ്, സെറ്റ് ബിൽഡർ മെത്തേഡാണ്. അതായത് ഇവിടെ സെറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ സ്പെസിഫൈങ് ദി ക്യാരക്ടറിസ്റ്റിക്സ് പ്രോപ്പർട്ടി ഓഫ് ഇറ്റ്സ് എലമെൻറ്റ്സ്. അതായത് ഇവിടെ ഒരു എലമെൻറ്റിൻ്റെ ഫീച്ചേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അതിനെന്ത് ചെയ്യുന്നത്, സെപ്പറേറ്റ് ചെയ്യുന്നത്, റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ സെറ്റ് ബിൽഡർ മെത്തേഡ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ സാമ്പിൾ സ്പേസിനെ നമ്മൾ കാണിക്കുന്നത് എസ് ഈസ് ഈക്വൽ ടു എക്സ് റീസ് ടു എക്സ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ ആൻഡ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50. ഇത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, സെറ്റിനെ പറയുകയാണെങ്കിൽ അതിനെ സെറ്റ് ബിൽഡർ മെത്തേഡ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി മെത്തേഡ് എന്ന് പറയും. ഇത് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ടൈപ്സ് ഓഫ് സെറ്റ് ആണ്. സെറ്റിൻ്റെ ടൈപ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തതാണ് നൾ സെറ്റ് എന്ന് പറയുന്നത്. എ സെറ്റ് കണ്ടെയ്നിങ് നോ എലമെൻറ്റ് ഈസ് കോൾഡ് നൾ സെറ്റ് ഓർ എംപ്റ്റി സെറ്റ്. ഒരു സെറ്റിൽ ഒരു എലമെൻറ്റും ഇല്ലെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും, നൾ സെറ്റ് അല്ലെങ്കിൽ എംപ്റ്റി സെറ്റ് എന്ന്. ഇവിടെ ബ്രാക്കറ്റ് മാത്രം, ഇതിൽ ഒരു സെറ്റിനുള്ളിൽ ഒരു എലമെൻറ്റും വരുന്നില്ല, അതിനെയാണ് നൾ സെറ്റ് അല്ലെങ്കിൽ എംപ്റ്റി സെറ്റ് എന്ന് പറയുന്നത്. ഒരു എലമെൻറ്റും ഇല്ലാത്ത സെറ്റിനെ നമ്മൾ എന്ത് പറയും, നൾ സെറ്റ് അല്ലെങ്കിൽ എംപ്റ്റി സെറ്റ് എന്ന് പറയും. ഇനി രണ്ടാമത് വരുന്നതാണ് സിംഗിൾ സെറ്റാണ്. സിംഗിൾ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സെറ്റ് കണ്ടെയ്നിങ് എ സിംഗിൾ എലമെൻറ്റ്, ഒരു എലമെൻറ്റ് മാത്രം കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സിംഗിൾ സെറ്റ് അല്ലെങ്കിൽ യൂണിറ്റ് സെറ്റ് എന്ന് പറയും. ഇപ്പോൾ എ ഈസ് ഈക്വൽ ടു 1 അല്ലെങ്കിൽ ബി ഈസ് ഈക്വൽ ടു 3 എന്നുള്ളത് നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു എലമെൻറ്റ് മാത്രമേ ഉള്ളൂ, ഒരു സിംഗിൾ എലമെൻറ്റ് മാത്രമേ ഉള്ളൂ, അതിനെ നമ്മൾ സിംഗിൾ സെറ്റ് എന്ന് പറയും. തേർഡ് വൺ ആണ് ഫൈനൈറ്റ് സെറ്റ്. അതായത് സെറ്റ് കൺസിസ്റ്റ് ഓഫ് ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ്. സെറ്റിനുള്ളിൽ വരുന്നത് എന്താണ്, ഒരു ഫൈനൈറ്റ്, നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫൈനൈറ്റ് നമ്പേഴ്സ് മാത്രമാണെങ്കിൽ അതിനെ എന്ത് പറയും, ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയും. ഓക്കെ, അതായത് എ ഈസ് ഈക്വൽ ടു 1 4 9 16 25 ഇത്ര മാത്രമേ ഉള്ളൂ, ഇനി അങ്ങോട്ട് വേറെ വരുന്നില്ല. അപ്പോൾ അത് ഫൈനൈറ്റ് ആണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് മുമ്പേ നിർവചിക്കാൻ പറ്റും. അതിനെയാണ് ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഇൻഫൈനൈറ്റ് സെറ്റ് ആണ് അടുത്ത് വരുന്നത്. ഇൻഫൈനൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ്. അതായത് ഇവിടെ എക്സാമ്പിൾ എ ഈസ് ഈക്വൽ ടു 2 4 6 8 10 12 എക്സെട്ര ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ എക്സെട്ര എന്ന് പറയുമ്പോൾ കുറേ വരുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് എത്രയാണ് വരുന്നത് എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റില്ല, എത്ര വരുന്ന എലമെൻ്റ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല. അതിനെയാണ് നമ്മൾ ഇൻഫൈനൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ആണ് ഈക്വാലൻ്റ് സെറ്റ് എന്ന് പറയുന്നത്. ടു സെറ്റ് എ ആൻഡ് ബി ആർ സെഡ് ടു ബി ഈക്വാലൻ്റ് സെറ്റ് ദെൻ ഇറ്റ് കണ്ടെയ്ൻസ് ഈക്വൽ നമ്പർ ഓഫ് എലമെൻറ്റ്. രണ്ടിലും ഈക്വൽ നമ്പർ ആണ്. ഇപ്പോൾ എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്ന രണ്ട് സെറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എയിൽ 1 2 3 4 എലമെൻ്റ് ആണുള്ളത്. ബിയിലും 1 2 3 4 എലമെൻ്റ് ആണുള്ളത്. രണ്ടിലും എന്താണ്, ഈക്വൽ നമ്പർ ഓഫ് എലമെൻ്റ് ആണുള്ളത്. ഒരേപോലത്തെ എലമെൻ്റ് അല്ല, പക്ഷെങ്കിൽ ഈക്വൽ നമ്പർ ഓഫ് എലമെൻ്റ് ആണ് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഈക്വൽ സെറ്റ് ആണ്. ഈക്വൽ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സെറ്റിലും ഉള്ളത് എന്താണ്, ഈക്വൽ എലമെൻ്റ് ആണ്. എലമെൻ്റ് ഈക്വൽ ആണ്. അതായത് എയിലുള്ളത് 1 2 3 4, ബിയിലും ഇതേപോലെ 2 1 4 3. അപ്പോൾ എയിലുള്ളതെല്ലാം ബിയിലുണ്ട്, ബിയിലുള്ളതെല്ലാം എയിലും ഉണ്ട്. രണ്ടും എന്താണ്, എലമെൻറ്റുകൾ ഈക്വൽ ആണെന്നുള്ളതാണ്. അപ്പോൾ അതാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈക്വൽ സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ,
ഇനി അടുത്ത വരുന്നത് സബ്സെറ്റ് ആണ്. സബ്സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവരി എലമെന്റ് ഓഫ് എ ഈസ് എൻ എലമെന്റ് ഓഫ് ബി ദെൻ എ ഈസ് കോൾഡ് സബ്സെറ്റ്. അതായത് ഇവിടെ നോക്കുക, നിങ്ങൾ എയിലുള്ള എല്ലാ എലമെന്റുകളും ബിയിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്നത് എന്താണ്? സബ്സെറ്റ് ഓഫ് ബി ആണ്. ബിയുടെ സബ്സെറ്റ് ആണ് എ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്ന യൂണിവേഴ്സൽ സെറ്റ് ആണ്. അതായത് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ഓൾ ദി സെറ്റ് അണ്ടർ ദി കൺസിഡറേഷൻ ആർ സബ്സെറ്റ് ഓഫ് എ ഫിക്സ്ഡ് സെറ്റ് യു. ഓക്കെ, ഒരു ഫിക്സ്ഡ് സെറ്റ്, ആ സെറ്റിൻ്റെ എന്താണ്? സബ്സെറ്റ് ആണ് ബാക്കിയുള്ള എല്ലാ സെറ്റുകളും. അങ്ങനെ വരുന്ന മെയിനായിട്ടുള്ള ആ ഒരു സെറ്റിനെ നമ്മൾ എന്ത് പറയും? യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയും. യു എന്നാണ് അതിനെ റെപ്രസെൻ്റ് ചെയ്യുക, യൂണിവേഴ്സൽ സെറ്റ്. ഓക്കെ, ഇനി ഡിസ്ജോയിൻഡ് സെറ്റ് ആണ് അടുത്ത് വരുന്നത്. അതായത് ടു സെറ്റ് എ ആൻഡ് ബി ആർ സെഡ് ടു ബി ഡിസ്ജോയിൻഡ് സെറ്റ് ഇഫ് നോ കോമൺ എലമെന്റ് ഇൻ എ ആൻഡ് ബി. എയിലും ബിയിലും കോമൺ ആയിട്ട് ഒരു എലമെന്റ് വരുന്നില്ലെങ്കിൽ അതിനെ ഡിസ്ജോയിൻഡ് സെറ്റ് എന്ന് പറയും. ഡിസ്ജോയിൻഡ് സെറ്റ്. ഇവിടെ എ എന്നതിൽ പറയുന്ന എലമെന്റുകൾ 1, 2, 3 ആണ്. ബിയിൽ 4, 5, 6 ആണ്. അപ്പോൾ ബിയിലുള്ളത് എയിലുമില്ല, എയിലുള്ളത് ബിയിലുമില്ല. ഓക്കെ, അതിനെ നമ്മൾ എന്ത് പറയും? ഡിസ്ജോയിൻഡ് സെറ്റ് എന്ന് പറയും. ഓക്കെ, ഇനി അടുത്ത വരുന്നത് പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്. ഇന്റർസെക്ഷനെ നമ്മൾ ഇതേപോലെയുള്ള ഒരു ചിഹ്നം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? A and B is the collection of all objects which have been included in both A and B. ഓക്കെ, എയിലും ബിയിലുമുള്ള എലമെന്റുകളെ നമ്മൾ എന്ത് പറയും? ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ് എന്ന് പറയും. ഉദാഹരണത്തിന് എയിൽ 2, 4, 6, 8, 10, 12, 14, 16, 18. ബിയിൽ വരുന്നത് 3, 6, 9, 12, 15, 18. അപ്പോൾ ഇവിടെ 6 എന്ന് പറയുന്നത് എയിലുമുണ്ട് ബിയിലുമുണ്ട്. അതേപോലെ 12 എന്ന് പറയുന്നത് എയിലുമുണ്ട് ബിയിലുമുണ്ട്. 12 രണ്ടിലും വരുന്നു. ഇനി അതേപോലെ 18 എന്ന് പറയുന്നത് എയിലുമുണ്ട് ബിയിലുമുണ്ട്. അപ്പോൾ ഇത് രണ്ടിലും വരുന്ന എന്താണ്? എലമെന്റിനെയാണ് നമ്മൾ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്. എയിലും ബിയിലും വരുന്നത് രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന എലമെന്റിനെ നമ്മൾ എന്ത് പറയും? എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയും. അപ്പോൾ ഇത് നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുമ്പോൾ വെൻ ഡയഗ്രം ഉപയോഗിച്ചുകൊണ്ട്, വെൻ ഡയഗ്രം എന്താണെന്നുള്ളത് നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്ന ഒരു ഏരിയ ആണ്. ഗ്രാഫിക്കലി നമ്മൾ കാണിക്കുമ്പോൾ ഇതേപോലെയാണ് കാണിക്കുക. ഇത് എ എന്ന് പറയുന്നത്, ഇത് ബി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ കോമൺ ആയിട്ട് വരുന്ന ഈ ഏരിയ നമ്മൾ എന്ത് പറയും? എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയും. ഓക്കെ, ഇനി അടുത്ത വരുന്ന യൂണിയൻ ഓഫ് സെറ്റ് ആണ്. അതായത് യൂണിയൻ ഓഫ് സെറ്റ്. യൂണിയൻ ഓഫ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ആൻഡ് ബി ഈസ് ദി കളക്ഷൻ ഓഫ് ഓൾ ഒബ്ജക്റ്റ് വിച്ച് ഹാവ് ബീൻ ഇൻക്ലൂഡഡ് ഇൻ എയ്തർ സെറ്റ് എ ഓർ സെറ്റ് ബി. സെറ്റ് എയിലോ അല്ലെങ്കിൽ ബിയിലോ ഉള്ള എലമെന്റുകൾ. ഓക്കെ, ഇപ്പോൾ എ എന്ന് പറയുന്നത് 3, 6, 9, 12, 15, 18, 21, 24, 27, 30. ബി എന്ന് പറയുന്നത് 4, 8, 12, 16, 20, 24, 28. അപ്പോൾ എയിലോ ബിയിലോ ഉള്ള എലമെന്റുകൾ. ഇനി രണ്ടിലും വരുന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം മാത്രമേ നമ്മൾ കാണിക്കും. എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് വരും? 3 എന്ന് പറയുന്നത് ഇവിടെ വരുന്നു. അടുത്ത 4 ഇവിടെ ബിയിൽ വരുന്നതാണ്. 6 ഇവിടെ വരുന്നുണ്ട്. ദെൻ 8 എന്ന് പറയുന്നത് ഇവിടെ വരുന്നുണ്ട്. 9 ഇവിടെ വരുന്നതാണ്. 12 ഇവിടെയും വരുന്നുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം മാത്രം നമ്മൾ കാണിക്കും. 15. ഓക്കെ, ദെൻ നെക്സ്റ്റ് 16, 18. ഓക്കെ, 21, 20 ഉണ്ട്. 20, 21. അതേപോലെ 24 രണ്ട് പ്രാവശ്യം വരുന്നുണ്ട്. ഒന്നിനെ കാണിച്ചു. 27, 28 ഇവിടെ വരുന്നു. ഇനി അതേപോലെ തന്നെ 30 എന്നുള്ളതും വരുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് എ യൂണിയൻ ബി എന്ന് പറയുന്നത് എയിലോ അല്ലെങ്കിൽ ബിയിലോ ഉള്ള എലമെന്റുകൾ. രണ്ടിലും ഉണ്ടെങ്കിൽ നമ്മൾ ഒന്ന് മാത്രമേ എടുക്കൂ. അപ്പോൾ എയിലോ ബിയിലോ ഉള്ള എലമെന്റുകളെയാണ് നമ്മൾ എ യൂണിയൻ ബി എന്ന് പറയുന്നത്. ആ എലമെന്റുകൾ എടുത്തെഴുതി കഴിഞ്ഞാൽ നമുക്ക് എ യൂണിയൻ ബി എന്ന് കിട്ടും. ഓക്കെ, ഇനി കോംപ്ലിമെന്റ് ഓഫ് സെറ്റ് ആണ്. അതായത് കോംപ്ലിമെന്റ് ഓഫ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് എസ് ഈസ് ദി കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റ് ഇൻ യൂണിവേഴ്സൽ സെറ്റ് വിച്ച് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ എസ്. ഓക്കെ, ഒരു യൂണിവേഴ്സൽ സെറ്റിൽ വരുന്നതാണ്, പക്ഷെങ്കിൽ എന്തില്ല? എസ്സിൽ വരുന്നില്ല. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളത് വെൻ ഡയഗ്രം ഉപയോഗിച്ചുകൊണ്ട് വരക്കുമ്പോൾ ഇപ്പോൾ ഇതാണ് എസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിനെ എ എന്ന് എടുത്തോ, എ എന്നുള്ളത്. അപ്പോൾ ഇതാണ് എ എന്ന് പറയുന്നത്. അപ്പോൾ എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് എ കോംപ്ലിമെൻ്റ്. അതായത് എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എയിൽ വരാത്ത, എ എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിലുള്ള പാർട്ടാണ്. എയിൽ വരാത്ത ഏരിയയാണ് നമ്മൾ എന്ത് പറയുക? എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എ കോംപ്ലിമെൻ്റ് ഇങ്ങനെ കാണിക്കും. ഇനി എ ബാർ കാണിക്കും. ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യും? എ കോംപ്ലിമെൻറ്റിനെ നമ്മൾ പറയും, അല്ലെങ്കിൽ എസ് കോംപ്ലിമെൻ്റ് എന്ന് പറയാം. ഓക്കെ, ഇനി ഡിഫറൻസ് ഓഫ് ടു സെറ്റ് ആണ്. ദി ഡിഫറൻസ് ഓഫ് ടു സെറ്റ് എ ആൻഡ് ബി ഈസ് ദി കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റ് ഇൻ എ ദാറ്റ് ആർ നോട്ട് ഇൻ ബി. ഓക്കെ, ബിയിലില്ല പക്ഷെങ്കിൽ എയിലുണ്ട്. ഓക്കെ,
ഇപ്പോൾ ഡിഫറൻസ് ഓഫ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എയിലുള്ളതും എന്നാൽ ബിയിലില്ലാത്തതും അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇവിടെ ഡിഫറൻസ് ഓഫ് ടു സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എയിൽ നിന്നും ബിയിലുള്ളത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എയിൽ ബാലൻസ് കിടക്കുന്ന ഒരു ഐറ്റം എയിലുണ്ട് പക്ഷെങ്കിൽ അതെന്തില്ല ബിയിലില്ല, അതിനെ നമ്മളെന്ത് പറയും ഡിഫറൻറ്റ് ഓഫ് ടു സെറ്റ് എന്ന് പറയും. ഇനി ഇതിൽ വെൻ ഡയഗ്രാം, നേരത്തെ നമ്മൾ പറഞ്ഞ വെൻ ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക വെൻ ഡയഗ്രാം എന്ന് പറയുന്നത്. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ മീൻസ് ഓഫ് ഡയഗ്രാം. ഡയഗ്രാം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് വെൻ ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, ഉദാഹരണത്തിന് നമ്മൾ എ യൂണിയൻ ബി എന്ന് പറയുന്നത് വെൻ ഡയഗ്രാം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ജസ്റ്റ് വെൻ ഡയഗ്രാം എന്നുള്ളത് ഇവിടെ എ വരുന്നുണ്ട്, ഇത് ബി വരുന്നു, ഇവിടെ ബി വരുന്നു. അപ്പോൾ ഇവിടെ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു ഷെയ്ഡ് ചെയ്യുന്നു, എ എന്നതിനെ ബി എന്നതിനെ ഷെയ്ഡ് ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിൽ എ യൂണിയൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ഈ ഷെയ്ഡ് ചെയ്ത ഈ പോർഷനെയാണ് നമ്മൾ എ യൂണിയൻ ബി, എ എന്ന് പറയുന്ന ഇതിൽ വരുന്നതും ബി എന്ന് പറയുന്ന ഈ ഏരിയയും, ഇതിനെയാണ് നമ്മൾ എ യൂണിയൻ ബി എന്ന് പറയുന്നത്. ഇനി എ ഇൻ്റർസെക്ഷൻ ബി നേരത്തെ നമ്മൾ കാണിച്ചു. എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിലും ബിയിലും, ഇത് എ ആണ് ഇത് ബി ആണെങ്കിൽ ഇവിടെ ബി ആണെങ്കിൽ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ഈ ഒരു ഏരിയ ആണെന്ത് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നു, എ ഇൻ്റർസെക്ഷൻ ബി. ഓക്കെ, ഇത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ഈ ഒരു സെറ്റിനെ ഡയഗ്രാമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് എന്ത് പറയും വെൻ ഡയഗ്രാം എന്ന് പറയും. ഓക്കെ.